നമസ്കാരം, ഞാൻ അശോകൻ. എവർക്കും എൻ്റെ പട്ടണക്കാട്ടേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് രാവിലെ എനിക്ക് കടപ്പുറത്ത് നിന്ന് കുറച്ച് ചെമ്മീൻ കിട്ടി. നാരൻ ചെമ്മീൻ എന്ന് ഇവിടെ ഞങ്ങൾ പറയും. അല്ലാത്ത എന്തെങ്കിലും പേരുണ്ടെങ്കിൽ ഇത് കണ്ടിട്ട് നിങ്ങൾ കമൻറ്റ് ചെയ്യണം. അത് കുറച്ച് കിട്ടി. അപ്പോൾ അത് കിട്ടിയപ്പോഴത്തേക്ക് എനിക്കൊരു മനസ്സിൽ ഐഡിയ, നമുക്കൊരു ചെമ്മീൻ വട ഉണ്ടാക്കിയാൽ, സാധാരണ ചെമ്മീൻ കറി റോസ്റ്റൊക്കെയാണ് ചെയ്യണത്, ഇന്നൊരു വട ഉണ്ടാക്കിയാലോ എന്ന് ഒരാശയം. അപ്പോൾ അത് വെച്ചിട്ട് അതിന് വേണ്ട സാധനങ്ങളാണ് ഞാൻ അടുപ്പിച്ചിരിക്കുന്നത്. വൃത്തിയാക്കിയ ചെമ്മീൻ ഏകദേശം 1.5 കിലോളം ചെമ്മീൻ മീറ്റ് ഉണ്ട്. പിന്നെ അതിൻ്റെ ബാക്കി സാധനങ്ങൾ: റസ്ക് പൊടി, ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞത്, പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞത്, വെളുത്തുള്ളി അരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കുറച്ചുകൂടി ഉണ്ട്, മുട്ട, കോഴിമുട്ടയാണ്, കുരുമുളക് ലൈവാണ്, ഇത് പൊടിച്ചെടുക്കാനുള്ളതാണ്. ഇത്തരം സാധനങ്ങളാണ് ഇതിൻ്റെ. പിന്നെ മുളക് പൊടി, ഗരം മസാല, കുരുമുളക്, അതേ സാധനങ്ങളൊക്കെയാണ്. ഇതെല്ലാം കൂടി ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ആദ്യത്തെ ഘട്ടമാണ് ഈ പരിചയപ്പെടുത്തിയത്. ഇതിൻ്റെ ലൈവായിട്ടുള്ളതുകൊണ്ട് അരിഞ്ഞതുകൊണ്ട്. വടയ്ക്ക് ആവശ്യമായ സാധനങ്ങൾ ഈ മീറ്റിലോട്ട് ഞാൻ മിക്സ് ചെയ്യാൻ പോകണം. കുറച്ച് അരിപ്പൊടിയാണ് ആദ്യം ഇടുന്നത്. ഒരു 300 ഗ്രാമോളം അരിപ്പൊടി ഇട്ടിട്ടുണ്ട്. കുറച്ച് മുളക് പൊടി ഇടുന്നുണ്ട്, കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. ക്രഷ് ചെയ്ത കുരുമുളക് വേറെ ഉണ്ട്. കൂടാതെ കുറച്ച് ശരിക്കും ലയിച്ച് കിട്ടാൻ വേണ്ടി കുറച്ച് കുരുമുളക് ചേർക്കുന്നുണ്ട്. കുറച്ച് ഗരം മസാല ഇതിൽ ചേർക്കുന്നുണ്ട്. പച്ചമുളക്, ചെറുതായിട്ട് അരിഞ്ഞ പച്ചമുളക് കുറച്ച് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. പൊടിയായിട്ട് അരിഞ്ഞ പച്ചമുളകാണ്. അതുപോലെ വെളുത്തുള്ളി പൊടിയായിട്ട് അരിഞ്ഞാണ്, അത് കുറച്ച് ഞാൻ ചേർക്കുന്നുണ്ട്. കുറച്ച് ഇഞ്ചി പൊടിയായിട്ട് അരിഞ്ഞുകൊണ്ട് അതും ചേർക്കുന്നുണ്ട്. ആവശ്യത്തിന് ഉപ്പ്. ഇത് മിക്സ് ചെയ്തെടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്യാം. ഉപ്പും കുറച്ച് ഈ വേപ്പില ചെറുതായിട്ട് അരിഞ്ഞതും കൂടി ഈ കൊടുത്തിടുന്നുണ്ട് കേട്ടോ. ഒന്ന് മിക്സ് ചെയ്ത് നോക്കട്ടെ. പാനെടുപ്പ് വെച്ച് ചൂടായിട്ടുണ്ട്. നമ്മൾ വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് വട ഇടാൻ വേണ്ടി. വടയ്ക്ക് ആവശ്യമുള്ള ചെമ്മീനും മസാലകളും ചേർത്തിട്ട് കൂട്ടി ഒരു 3/4 മണിക്കൂറോളം ഞങ്ങൾ വെച്ചായിരുന്നു. വെച്ച് നല്ലപോലെ ഒക്കെ പിടിച്ചതിന് ശേഷം കുറച്ച് വടയൊക്കെ എടുത്തിട്ടുണ്ട്. എളുപ്പത്തിന് വേണ്ടിയാണ് കുറച്ച് വട സെറ്റാക്കിയിട്ടുണ്ട്. ഇനിയും എടുക്കാനുണ്ട്. കുറച്ച് വട സെറ്റാക്കിയിട്ടുണ്ട്. അതിപ്പോൾ പാൻ ചൂടായപ്പോഴത്തേക്ക് എണ്ണയിലേക്ക് ഇടാനുള്ള പരിപാടിയാണ്. മുട്ടയിൽ മുക്കിയിട്ട് ബ്രെഡ് പൊടി ഇട്ടിട്ട് ഇതിലേക്ക് ഇടുകയാണ്. വട എല്ലാം വറുത്ത് കഴിഞ്ഞിട്ട് അത് നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റുകയാണ്. ഇനി ഇത് നമ്മളൊരു പ്ലേറ്റിലിട്ടിട്ട് സോസും ചേർത്തിട്ട് അത് രുചിച്ചു നോക്കലാണ് അടുത്ത ചടങ്ങ്. അതിലേക്ക് പോവുകയാണ്. നമ്മളെ ചെമ്മീൻ വട തയ്യാറായിട്ടുണ്ട്. അത് സോസും ചേർത്ത് ടെസ്റ്റ് ചെയ്യാൻ കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ അത് ഇവർ കഴിച്ചിട്ട് അഭിപ്രായം പറയും. നല്ല രീതിയിലൊക്കെ തന്നെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. രുചികരമായിരിക്കും എന്ന് പ്രതീക്ഷിക്കുന്നു. ഇനി ബാക്കി കഴിക്കുന്നവർ പറയുന്നതായിരിക്കും. വാ ശാന്ത, അമ്മ വാ. സൂപ്പറായിട്ടുണ്ട്.